സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 വികസന സെമിനാറിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയുടെ തുറന്ന കത്തിനെ തള്ളി മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരും വികസന സെമിനാറിന്റെ ഭാഗമാകും. കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയ വികസന നേട്ടങ്ങൾ വിലയിരുത്താനും 2027 മുതൽ 2031 വരെ കേരളം എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്യാനുമാണ് വിഷൻ 2031 വികസന സെമിനാർ സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്നത്. വികസനവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി 3 ദിവസം വിവിധ സെഷനുകളിലായി നീണ്ടുനിൽക്കുന്നതാണ് വികസന സെമിനാർ. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യും. നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ അമർത്യ സെന്നും പ്രൊഫസർ റോമില താപ്പറും ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസ്, ലോക ഫുഡ് പ്രൈസ് ജേതാവ് ഡോക്ടർ ശകുന്തള ഹരക് സിംഗ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച 8 വേദികളിലായി 8 വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. 17-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള, പ്രകാശ് കാരാട്ട്, എൻ റാം, കനിമൊഴി MP തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം വികസന സെമിനാറിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല തുറന്ന കത്തയച്ചിരുന്നു. ചെന്നിത്തലയുടെ തുറന്ന കത്ത് തള്ളി മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷണിക്കപ്പെട്ടവരും വികസന സെമിനാറിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രതിപക്ഷം പതിവ് ശൈലി തുടർന്നപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ നൽകിയ തിരിച്ചടി വലിയ ക്ഷീണമാണ് മുൻ പ്രതിപക്ഷ നേതാവിനടക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.